നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ബുദ്ധിയുടെ കാരകനായ, കുശലനായ, സാമർഥ്യത്തിലൂടെ, നയത്തിലൂടെ എന്നും നേടിത്തരുന്ന ബുധൻ, മെർക്കുറി എന്ന ഗ്രഹത്തിൻ്റെ ചരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള മാറ്റവും അതെപ്രകാരം മേടം മുതലായ 12 രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ആനുകൂല്യങ്ങളും പ്രാതികൂല്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. വചനം ജ്ഞാനം ഇന്തോസ്തനൂജ, ഇന്തോഹോ തനൂജ. ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ വചനം, വാക്കാകുന്നു, ജ്ഞാനം അറിവാകുന്നു. അതിന് പുറമെ ബുധനെ കൊണ്ടാണ് നാം മാധുരന്മാരെയും അനന്തരവന്മാരെയും ഒക്കെ ചിന്തിക്കുന്നത്. ബുധൻ ജ്യോതിശാസ്ത്രത്തിലെ യഥാർത്ഥ ഗാംബ്ലറാണ്. ഏത് ഗ്രഹത്തിനോട് കൂടെ നിന്നാലും ആ ബുധൻ അതിൻ്റേതായ ഗുണങ്ങളെ പ്രദാനം ചെയ്യും. 12 ഭാവങ്ങളിലും വരാഹമിഹിര ആചാര്യനും ചമത്കാര ചിന്താമണിയിലും ബുധന് മാത്രമാണ് 12 ഭാവത്തിലും ബലം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, 8ാം ഭാവം, അഷ്ടമം എന്ന ഭാവത്തിൽ ഏത് ഗ്രഹം വന്നാലും വളരെ ദോഷമാണ്. അവിടെ വ്യാഴവും ശുക്രനും വന്നാൽ നീചഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അവിടെ പാപഗ്രഹങ്ങളായ സൂര്യനും ചൊവ്വയും ശനിയും ഒക്കെ വന്നാലും സ്വൽപാത്മജോ നിധിനകെ വികലക്ഷണ. ദൃഷ്ടികൾക്ക് വൈകല്യം, കണ്ണുകൾക്ക് വൈകല്യം വരിക, സന്താന വിഷയങ്ങൾക്ക് ക്ലേശമുണ്ടാക്കുക. പക്ഷേ 8ാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒരൊറ്റ ഫലം മാത്രമേ ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ആ ഫലം? വിശ്രുത ഗുണാഹ. പ്രസിദ്ധങ്ങളായ ഗുണങ്ങളാൽ ഒരു വ്യക്തി ആദരിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെയും ബുധൻ ഈ അഷ്ടമഭാവം നിൽക്കുന്നത് ഉച്ചക്ഷേത്രത്തിലും സ്വന്തം ക്ഷേത്രത്തിലും സുഹൃക്ഷേത്രത്തിലുമാണെങ്കിൽ അതിന് ബലം വരും. മറിച്ച് നീചരാശിയിലൊക്കെ അഷ്ടമത്തിൽ ബുധൻ വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണമായി ചിങ്ങൻ രാശിയായി അഷ്ടമത്തിൽ മീനത്തിൽ നീചസ്ഥനായ ബുധൻ നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ ആ വ്യക്തിയുടെ, ചിങ്ങൻ രാശിക്കാരുടെ ധനത്തിൻ്റെയും ലാഭത്തിൻ്റെയും അധിപനാണ്. അത് അങ്ങേറ്റം ദുർബലമായി 8ൽ വന്നാൽ ഒരു തരത്തിലും ഇദ്ദേഹത്തിന് ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാകില്ല. അങ്ങേയറ്റം തന്നെ വാക്കുകൾക്കും ഇദ്ദേഹം വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ലാഭമൊക്കെ വെള്ളത്തിലായി പോകും. വളരെ മോശപ്പെട്ട ഒരു അനുഭവമാണ് അവിടെ അഷ്ടമത്തിൽ ബുധൻ നീചസ്ഥനായി വരികയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഗ്രഹത്തിൻ്റെ ബലം നാം ചിന്തിക്കണം. യഥാർത്ഥത്തിൽ ബലത്തിൻ്റെ അഷ്ടവർഗം സൂക്ഷിച്ച് അതിൻ്റെ അക്ഷങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മാത്രമേ ജ്യോതിഷം കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ ശുഭാശുഭ ഫലങ്ങൾ എത്രത്തോളം വ്യക്തിയെ സ്വാധീനിക്കുമെന്ന വിഷയം നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബുധൻ വരുന്നത് വൃശ്ചികൻ രാശിയിലേക്കാണ്. എപ്പോഴാണ് ബുധൻ വരുന്നത്? 1201 തുലാമാസം 7-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 24-ാം തീയതി ബുധൻ എവിടെയാണ് പ്രവേശിച്ചിരിക്കുന്നത്? ഇത്രയും കാലം ബുധൻ തുലാൻ രാശിയിലായിരുന്നു. തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നി കഴിഞ്ഞ് സുഖക്ഷേത്രമായ തുലാൻ രാശിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ്. ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ്. ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ. അതുമാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, മേടവൃശ്ചിക രാശികളിൽ ബുധൻ്റെ ആശ്രയഫലം അത്ര ഗുണമല്ല. ദ്യൂതാന പാനരത നാസ്തിക ചോര നിസ്വഹ കുസ്ത്രീക കൂടകൃത് അസത്യരഥ കുജക്ഷേ അസത്യരജഹ കുജക്ഷേ. കുജൻ്റെ ക്ഷേത്രങ്ങളിൽ മേടത്തിലും വൃശ്ചികത്തിലും വരികയാണെങ്കിൽ സഹ സത്യരഥ ന, അയാൾ സത്യത്തിൽ രതിയുള്ള ആളല്ല, അദ്ദേഹം അസത്യരഥനാണ്. അയാൾ കളവ് പറയുന്ന വ്യക്തിയായിരിക്കുമെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു. ആ ശ്ലോകത്തിൻ്റെ അവസാനം അതാണ്, അസത്യരഥ കുജക്ഷേ. ദ്യൂത അന്ന പാന രഥ. ദ്യൂതം എന്നാൽ പഴയകാലത്ത് ചൂതാട്ടമാണ്, ഗാംബ്ലിംഗ് ആണ്. അന്നപാനരതിഹി, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഇതിൽ ഭയങ്കരം താല്പര്യമുണ്ടാവുക. നാസ്തിക ന അസ്ഥി നാസ്തിക, ആസ്തികത്വമില്ലാത്ത അവസ്ഥ, ദൈവവിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരിക. ചോര നിസ്വഹ നിർഗതം സ്വം യസ്യസഹ, താൻ ഈ ദ്യൂതത്തിലൊക്കെ പെട്ട് പഴയകാലത്ത് ചീട്ടുകളി, മുച്ചീട്ടുകളി, അല്ലെങ്കിൽ ഇന്ന് ലോട്ടറി എടുക്കുക, ഗാംബ്ലിംഗ്, ഇതിലൊക്കെ തന്നെ ഭാഗ്യം പരീക്ഷിച്ചിട്ട് നിസ്വഹ തൻ്റെ ധനം കൈവിട്ടു പോകും. കുസ്ത്രീക, കുൽസിതയായ സ്ത്രീകളുമായിട്ടുള്ള അടുപ്പമുണ്ടാവുക. ഇതൊക്കെ മേടത്തിലെ ബുധൻ്റെ, അപ്രകാരം വൃശ്ചികത്തിലെ ബുധൻ്റെ ഫലം, ആശ്രയഫലം ഗുണപരമല്ല. അതിനാൽ നാം ശ്രദ്ധിക്കണം ഏതെല്ലാം രീതിയിൽ മേഷം മുതലായ 12 രാശിക്കാർക്കും ഈ ബുധൻ്റെ സ്വാധീനം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ വാക്കുകളുണ്ട്. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു നഃ പരസ്പരം ഭാവയന്ത ശ്രേയപരം അവാപ്സ്യത.
സായിപ്പന്മാർ പറയും ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ആ രീതിയിലാകട്ടെ എല്ലാ ബന്ധങ്ങളും. ഏതായാലും മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. എത്ര കാലമാണ് ഈ ബുധൻ ഉള്ളതെന്നും കൂടി നിങ്ങളെ അറിയണം. തുലാമാസം 7-ാം തീയതി വൃശ്ചികത്തിലേക്ക് വരുന്ന ബുധൻ ഒരു മാസക്കാലം കൃത്യം വൃശ്ചിക മാസം 7-ാം തീയതി വരെ, അതായത് ഒക്ടോബർ 24 മുതൽ നവംബർ 24 വരെയുള്ള ഒരു മാസക്കാലം ആ രാശിയിലുണ്ട്. പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമായിരിക്കും ബുധൻ. അതിനാൽ ഈ ബുധൻ്റെ ശുഭാശുഭഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് ബുധൻ ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണെന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയണം. ഇവിടെ ധനുരാശിക്കാർക്ക് ബുധൻ അവരുടെ 7-ാം ഭാവമാണ്, അവരുടെ യാത്രയാണ്, അവരുടെ വിവാഹമാണ്, മൈഥുനമാണ്. ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ്. അപ്രകാരം തന്നെ അവരുടെ കർമാധിപനാണ്, അവരുടെ ജോലിയാണ്. ഇവിടെ ബുധൻ നിൽക്കുന്നത് വളരെ ദുർബലമായി ശത്രുക്ഷേത്രത്തിൽ 12-ാം ഭാവത്തിലാണ്. അതിനാൽ ധനുരാശിക്കാർക്ക് ഈയൊരു ബുധൻ്റെ ചാരവശാലുള്ള വൃശ്ചിക രാശിയിലൊക്കെ വരവ് അത്ര ഗുണമല്ല. 2 വിഷയമാണ്. ധനുരാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയുണ്ട്. അതിനു പുറമെ വ്യാഴം അഷ്ടമത്തിൽ വന്നിരിക്കുന്നു ഡിസംബർ 7 വരെ. അതിനു പുറമെയാണ് ഇവിടെ യാത്രാവധി, വിവാഹവധിയൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം 12-ാം ഭാവത്തിൽ നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ ബുധൻ വന്നാൽ പറഞ്ഞിരിക്കുന്ന ഫലം നല്ലതല്ല. പതിതസ്തുരിഭേ എന്നാണ്. വീഴ്ച, പാതിത്യം സംഭവിക്കും. എന്താണ് അനുഭവം 12-ലെ ബുധൻ ഉണ്ടാക്കുന്നത്? നജേ ദ്വാദശയസ്യ സീതാംശു ജന്മ കഥം തദ്ഗൃഹം ഭൂമിദേവ ഭജൻ. 12-ൽ ബുധനില്ലെങ്കിൽ ബ്രാഹ്മണർ ആ ഗൃഹത്തെ ഭജിക്കാതിരിക്കുക. 12-ൽ ബുധനുണ്ടെങ്കിൽ മാത്രമേ ബ്രാഹ്മണർ ആ വീടിനെ ഇഷ്ടപ്പെടുകയുള്ളൂ. ബ്രാഹ്മണർ ദാനം സ്വീകരിക്കുന്നവരാണ്. 12-ൽ ബുധൻ്റെ വ്യക്തിയുടെ ദാനം ബ്രാഹ്മണരെ ഇഷ്ടത്തോടുകൂടി സ്വീകരിക്കും, ഭുജിക്കും, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. രണേ വൈരിണോ ഭീതിമായാധികസ്നം. യുദ്ധം വരുമ്പോൾ ശത്രുക്കൾ എങ്ങനെ ഭയപ്പെടാതിരിക്കും? 12-ൽ ബുധനുള്ള വ്യക്തിയുടെ മുന്നിൽ ശത്രുക്കൾ അടിപതറുമെന്ന് പറയുന്നു ആചാര്യൻ, ചമത്കാര ചിന്താമണി ആചാര്യൻ. ഹിരണ്യാദികോശം ഗതം കോന്നുകുര്യ. ഹിരണ്യം മുതലായ ഭണ്ഡാരം ആർക്കാണ് ലഭിക്കാത്തത് എന്ന് ചമത്കാര ചിന്താമണി പറയുന്നു. പക്ഷേ വൃശ്ചികത്തിലെ ബുധൻ അത്ര നല്ലൊരു ഫലത്തെ കാണിക്കാറില്ല. ഇവിടെ പാതിത്യം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവാഹബന്ധത്തിന് വലിയ പ്രശ്നം വരും. ഭാര്യാഭർത്താക്കന്മാരുടെ ദാമ്പത്യത്തിന് ക്ലേശങ്ങളുണ്ടാകും. വിവാഹവധി 12-ലാണ്, അതിന് വീഴ്ച വരാം. ഭാര്യ ശത്രുവായിട്ട് മാറാം. അപ്രകാരം തന്നെ കർമ്മമേഖലയിൽ അശാന്തമായ അന്തരീക്ഷമാണ്. തൻ്റെ തൊഴിൽ നഷ്ടപ്പെടുക, കർമ്മത്തിൽ ധാരാളം ശത്രുക്കളുണ്ടാവുക, പലപ്പോഴും തനിക്ക് രേഖാപരമായ വിഷയങ്ങളിൽ പാളിച്ച വന്ന് ജോലി നഷ്ടപ്പെടുക. പല ബാങ്ക് ഓഫീസർമാർക്കും എനിക്ക് ദുബായിലറിയാം, 12-ൽ ബുധനുള്ള സമയത്ത് ജോലി പോകും. ലക്ഷക്കണക്കിന് ദിർഹം അവരുടെ കൈകളിലൂടെ അവരെ അറിയാതെ പോയിട്ട് അവർ ശമ്പളമില്ലാതെ ജോലി ചെയ്ത അവസ്ഥയാണ്. അതിനാൽ നിങ്ങളുടെ രേഖകൾ വളരെ ശ്രദ്ധിക്കണം. രേഖാപരമായ വിഷയത്തിൽ ജാഗ്രത പുലർത്തുക. ചതിവ് വരും, വളരെയധികം ശ്രദ്ധിക്കണം. വീഴ്ച വരാൻ പാടില്ല. ഇവിടെ സ്വന്തം സ്വർണം നഷ്ടപ്പെടുക, അശ്രദ്ധമായി പേഴ്സ് ഉപയോഗിക്കുക, ബാഗ് നഷ്ടപ്പെടുക. അപ്രകാരം തന്നെ അശ്രദ്ധമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക. വാക്ക് പോലും അശ്രദ്ധമായി ഉപയോഗിക്കുക. അനാവശ്യമായി വേണ്ടാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടി അനാവശ്യമായ ജാടകൾ കാണിക്കുക, അഹങ്കാരം സംസാരിക്കുക, വൃഥ വാക്കുകൾ ഉപയോഗിക്കുക. 12-ലെ ബുധൻ ജൽപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ദയവ് ചെയ്ത് ധനുരാശിക്കാർ ഒരു തരത്തിലുള്ള പ്രകോപനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും ഇടവരാൻ പാടില്ല. ധനം നശിക്കും, ഒരു സംശയമില്ല. വളരെ ശ്രദ്ധിക്കുക. എല്ലാ ധനുരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു. നന്ദി.